ഹായ് ഫ്രണ്ട്സ്, ജാസി വേൾഡിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇവിടെ വളരെ സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള കൈപ്പത്തിരി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ. അതിലേക്ക് ഞാൻ 4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഈ ഒരു കപ്പ് കൊണ്ട് കറക്റ്റ് 4 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് തിളപ്പിച്ചെടുക്കണം. അത് തിളക്കുമ്പോഴേക്കും ഇതിലേക്ക് ആവശ്യമായ തേങ്ങ, ചെറിയ ഉള്ളി, നല്ല ജീരകം കഴുകിയത് കൊണ്ടാണ് ഇങ്ങനത്തെ കളർ വന്നിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് ഇതൊന്ന് പിഴിഞ്ഞെടുക്കണം. ഇതിൻ്റെ പിഴിഞ്ഞ പീരയാണ് നമുക്ക് ഈ പത്തിരിയിലേക്ക് ആവശ്യം. ബാക്കി തേങ്ങാപ്പാൽ നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ പീര ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. വെള്ളം ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ആ കപ്പ് കൊണ്ട് തന്നെ 2 കപ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് വാട്ടിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ പൊടി ഇവിടെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഒരു പരന്ന ട്രേയിലേക്ക് മാറ്റണം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ആ ചൂട്ടോട് കൂടി തന്നെ കുഴച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴാണ് പത്തിരി നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മുടെ പത്തിരിയുടെ മാവ് നന്നായി കുഴഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണയും 4 കറിവേപ്പില ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കണം. കറിവേപ്പില നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊരു ഇടത്തരം ബോൾസാക്കി എടുക്കുക. അധികം ചെറുതുമല്ല അധികം വലുതല്ലാത്ത രീതിയിൽ വേണം ബോൾസാക്കി എടുക്കാൻ. ഇനി വീഡിയോയിൽ കാണുന്നത് പോലെ ഓരോ ഉരുളെടുത്തിട്ട് പരത്തിയെടുക്കണം. കൈവെള്ളയിൽ വെച്ചിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട്. ഇടയ്ക്ക് ഒന്ന് വെള്ളം കൊണ്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് പരന്ന് കിട്ടും. പിന്നെ കൈവെള്ളയിൽ വെച്ചിട്ട് ഇതേപോലെ തിരിച്ചും മറിച്ചും ഒന്ന് പരത്തി കൊടുക്കണം. പരത്തുമ്പോൾ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഷേപ്പാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇതേ ഈ പത്തിരിയുടെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു മെത്തേഡ് അറിയാത്തവർക്ക് ഈ ഒരു രീതിയിലും പരത്തിയെടുക്കാം. ഒരു കട്ടിംഗ് ബോർഡ് വെച്ചിട്ട് അതിൻ്റെ മേലെ കവറോ ബട്ടർ പേപ്പർ വെച്ചിട്ട് ഈ ഒരു രീതിയിൽ പരത്തിയെടുക്കാവുന്നതാണ്. ഇനി നമ്മുടെ പത്തിരി ചൂടായ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു വശം നന്നായി ചൂടായി കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കുക. ഈ ഒരു വശം നന്നായിട്ട് മുരിയിച്ചെടുക്കണം. എല്ലാ ഭാഗവും മുരിഞ്ഞു കഴിഞ്ഞാൽ ഈ പത്തിരി ഒന്നുകൂടി മറിച്ചിട്ട് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ പത്തിരി നന്നായിട്ട് പൊള്ളച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കൈപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നേരത്തെ എടുത്ത് വെച്ച തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. തേങ്ങാപ്പാൽ ഉപ്പിടാൻ മറക്കരുത് കേട്ടോ. ഇത് വളരെ നൈസായ പത്തിരിയാണ്. വളരെ ടേസ്റ്റാണ് കേട്ടോ ചൂട്ടോടുകൂടി കഴിക്കാൻ. ഈ റെസിപ്പി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഇന്നലെ തയ്യാറാക്കി വെച്ച ചെമ്മീൻ ഫ്രൈയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി പത്തിരിയാണ്. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ.